അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ,
അവരെ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവമേ, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാല കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്കും മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ. കേസകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാശ നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പവർ ആൻഡ് ഗ്രേസ്. ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് പറയണത്. അപ്പം തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നയപരമായിട്ടെങ്കിലും നിങ്ങൾ അതിനെ സൂചിപ്പിക്കണം. അല്ലാതെ തിന്മകൾ നിങ്ങൾ സ്വാപ്പിട്ട് കളയരുത്. ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം തിന്മകളെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബിഗ് ബോസ് എന്തോ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നോ? അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്നും പറഞ്ഞു, ഗേ സെക്സിനെ ഞങ്ങൾ വീട്ടിൽ പോലും കയറത്തില്ലെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഉടനെ അവിടെ നിന്നിരിക്കുന്ന ഒരു സിനിമാ നടൻ എന്നാ പറഞ്ഞത്, അങ്ങനെയൊന്നും പറയരുത്, നമ്മൾ ടോളറൻസ് ഉണ്ടാവണം നമുക്ക്, അല്ലേ? ഞാനാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കൈയടിച്ചെല്ലാവരും, അല്ലേ? അതാണ് സമൂഹം. അതാണ്. അതായത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ നിയമം എങ്കിലും പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്, എങ്കിലും പാലിക്കാൻ. അപ്പോൾ അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ പ്രകൃതി വിരുദ്ധം മാത്രമല്ല, മനുഷ്യത്വരഹിതം കൂടിയായിട്ട് വരും അത്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തിന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അപ്ലോസ് കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ തന്നെ ഉണ്ട് ഈ സംഭവം. എന്താണത്? അത് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ്, മനുഷ്യത്തെ അപമാനീകരിക്കേണ്ട ഒരു വിഷയമാണ്, മനുഷ്യൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ചിലപ്പോൾ സഭയിലുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ഇങ്ങനെയുള്ള മീഡിയയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ചിലപ്പോൾ ദൈവത്തെ മറന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കൂടെ കൂടും. ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞത്? എനിക്ക് രോഗകാര്യങ്ങൾ തിരക്കാതൊന്നും നേരെയില്ല, അതിനല്ല ഞാൻ അഭിഷേകം ചെയ്തിരിക്കണമെന്ന്. എന്ത് വെടിപ്പായിട്ടാണ് പറഞ്ഞത്? ദേവമാർപ്പാപ്പ കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പെസക് പാർട്ടിയുടെ കയറിയിരിക്കണമെന്ന്. ആ നടപ്പും നിപ്പും നോട്ടും അങ്ങനെ പറയാം. അതായത് പറഞ്ഞെന്താണ്? തുളുമ്പാണ് പറഞ്ഞിരിക്കണത്, ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി സുവിശേഷം ലോകത്തിന് കൈമാറുകയാണ്. ആ ടീപ്പൊള്ളി അതിന് ലോകകാര്യങ്ങൾ സെറ്റ് ചെയ്യുകയല്ല, അതിന് വേറെ ആൾക്കാരുണ്ടെന്ന്. അതല്ലേ പറഞ്ഞേ? കാര്യം ആവശ്യമുള്ള പാട്ടിൽ ഇല്ലാത്ത പാട്ടിൽ കൊണ്ടുപോയി ജനങ്ങളെ പക്ഷപാതം വന്ന് ജനങ്ങളുടെ വിഭാഗ്യതയിലേക്ക് സഭ ഒരു ഇരയായിട്ട് മാറും. സഭയ്ക്ക് നിഷ്പക്ഷമായിട്ട് സുവിശേഷം കൊടുക്കേണ്ട സമയത്ത് സുവിശേഷം തന്നെ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ പാപ്പാസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ലിയോ മാർപ്പാപ്പ ശരിക്കും നല്ല വിവേചനത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? അതായത് ഓരോ അവസരങ്ങളും വരണതും പുതിയ ദൈവസ്നേഹത്താൽ നമ്മളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിന്നാണ് നമ്മൾ കൃപയിൽ വളരണത്. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. വായിച്ചോ. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന നാരായണദാസൻ അതാണ്.
അവനാണ് ദൈവരാജ്യത്തിലായിരിക്കണവൻ. അത് കൃപയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രസാദിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? അനുഗ്രഹം അല്ലത്. ലോകരാജ്യത്തിലാണ് അനുഗ്രഹം, ലോകരാജ്യത്തുമുണ്ട് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവരാജ്യത്തിൽ ദൈവരാജ്യം മാത്രമേ, അത് കൃപയുടെ ഫലം ദൈവരാജ്യമാണ്. അപ്പോൾ ഇപ്പം ദൈവരാജ്യത്തിലാണ് നീയെങ്കിൽ നമ്മൾ എന്നും ദൈവരാജ്യത്തിൽ തന്നെ ആയിരിക്കും. അല്ല ആരും അന്ത്യവിധി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് തരേണ്ട കാര്യമില്ല. ഈ ദൈവരാജ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ജീവിതം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് തന്നെ സ്വർഗസ്ഥമായിട്ട് തന്നെ നമുക്ക് മരിക്കാൻ പറ്റും. സുവിശേഷം നൽകുന്ന സാധ്യതയാണ്. അതേപോലെ നീ പ്രയോജനപ്പെടുത്തണം. താങ്ക് യു. ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 22ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നുള്ള എലിസബത്ത് എന്നൊരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ സെൻറ്റ് റീത്താസ് ഇടവക അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിന് പ്രപഞ്ച പ്രകൃതിയുടെ മേൽ ദൈവപിതാവ് വലിയ അധികാരം കൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണ്. ഒപ്പം തന്നെ ദൈവപിതാവിൻ്റെ വലിയൊരു പഠിപ്പിക്കലുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം നൽകുന്ന വലിയൊരു ദൈവാനുഭവം കൂടിയുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ. ഈ മകള് സാക്ഷ്യം പറയുന്നത് ഇപ്രകാരമാണ്, ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഏകദേശം 2018-19 വർഷമാണ്. സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു. ഞാനും അപ്പയും അമ്മയും കൂടി കൊന്ത ചൊല്ലിക്കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ വെള്ളം ഒരു മതിൽ പോലെ സിറ്റ് ഔട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാരും ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മേളിൽ പരിശുദ്ധ അമ്മ എനിക്ക് മാതാവിനെക്കുറിച്ച്, കൃപാസനം മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്ന്. ഗ്രേ കളറിലൊരു മാതാവ് അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഈ മകൾ പേടിച്ച് കരയുന്നുണ്ട്. ഈ സ്വപ്നം കണ്ട് വല്ലാതെ വിഭ്രാന്തിപ്പെട്ട് ഇരിക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പം ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് ഈ മകൾ പറയുന്നുണ്ട്. ഇപ്രകാരമാണ് ഈ മകൾ സാക്ഷ്യം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. അമ്മയുടെ വീട് ചേർത്തലയാണ്. എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു, ഇങ്ങനെ ഇവിടെ അടുത്ത് കൃപാസനം ഒരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തിരിച്ച് പോണ വഴിക്ക് അവിടെ ഒന്ന് പോയി കയറിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ മകള് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തിയപ്പോൾ നേരെ നോക്കിയപ്പോഴാണ് കാണുന്നത്, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മാതാവാണ് ഇവിടെ ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. അതേ ഗ്രേ കളർ മാതാവും ഞാൻ കണ്ട പോലെ തന്നെ വെള്ളത്തിന് മേളിൽ നിൽക്കുന്ന രൂപമായിരുന്നു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഈ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഈ ഒരു വലിയ അനുഭവം മാതാവിനെ എനിക്ക് അറിയില്ലായിരുന്ന സമയത്ത് നൽകിയ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി ദൈവമാതാവ് തന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈ ആലയത്തിലോട്ട് വിളിച്ചിട്ടുണ്ടെന്ന്. ഒപ്പം തന്നെ അന്ന് വരുന്ന വഴി വിളക്കിൽ തൈലം ഉണ്ടായിരുന്നു. അപ്പോൾ തൈലം എടുത്ത് അമ്മ കൈകൊണ്ട് തൊട്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊരു 10-15 അരിമ്പാറ പോലെ കുരുക്കളുണ്ടായിരുന്നു. അവിടെ കുരിശു വരച്ച് തന്നു. ഇങ്ങനെ ഈ ഉടമ്പടി തൈലം ഈ മകളുടെ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ അരിമ്പാറകൾ മുഴുവനും അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ദൈവമാതാവിൻ്റെ 2ാമത്തെ വലിയ ദൈവിക ഇടപെടലായി. വീണ്ടും 2022 ഈ മകളുടെ എലിസബത്ത് എന്ന മകളുടെ പപ്പ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ഈ അപ്പൻ മക്കൾക്കും അതുപോലെ തന്നെ ഈ അമ്മയ്ക്കുമൊക്കെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ വിശ്വസ്താപൂർവ്വം പാലിച്ച് മുന്നേറുന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ മകളുടെ PG പഠനമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങി.
അപ്പോൾ കൃപാസനത്തിൽ വരുമ്പോൾ അപ്പം പറയുന്നുണ്ട്, സാക്ഷി കൗണ്ടറിൽ വന്ന സിസ്റ്ററിനോട് പറയും, എൻ്റെ മകൾക്ക് ഇതുപോലെ വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. ഇതാണ് ഈ അപ്പൻ ഈ സാക്ഷി കൗണ്ടറിൽ വന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ പറയും, ഈ മകളോട് വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഈ മകളും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. മരിയൻ ഉടമ്പടിയിൽ ആയിരുന്നിട്ട് പോലും ഈ എലിസബത്ത് എന്ന മകൾ പറയുന്ന പ്രകാരമാണ്, ഞാൻ ഈ തേൻ മാത്രമാണ്, അത് ഉടമ്പടിയിൽ ഇല്ലാത്തൊരു നേർച്ച വസ്തുവാണ്, അത് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഈ മകള് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിട്ടുള്ള വിഷയം ദൈവപിതാവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ്, ഉടമ്പടി എടുത്ത് 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേർച്ച വസ്തുവായിട്ട് തേൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തേൻ മാത്രമല്ല ഉപ്പും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി. ഉപ്പും ഉപയോഗിക്കണം, നിൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി. ഇതാണ് ഈ സാക്ഷ്യത്തിൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇതാണ് ഈ സംഖ്യ പുസ്തകം 18-ാം അധ്യായം 19-ാം തിരുവചനം. അതായത് ഇസ്രായേൽ ജനം കാഴ്ചയർപ്പിക്കുന്ന ബലിവസ്തുക്കളെല്ലാം നിനക്കും പുത്രിപുത്രന്മാർക്കും ഉള്ളതാണ്. അതായത് ലേവ്യ പുത്രന്മാർക്കും പുത്രിമാർക്കും ഉള്ളതാണ് എന്നുള്ളൊരു വലിയ സന്ദേശമാണ്, വെളിപാടാണ് ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. കൂടെ ഒരു വചനം കൂടി നമ്മൾ ശ്രവിച്ചു, കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് കവനൻ്റ് ഓഫ് സോൾട്ട് എന്നാണ്, അതായത് ലവണ ഉടമ്പടി. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളത് കൃപാസനം മരിയൻ ഉടമ്പടി ആരാധനയിൽ വ്യക്തമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് റോമ 10:9 തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇവിടെ സംഖ്യാപുസ്തകത്തിലെ വചനത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് ഇപ്രകാരമാണ്: ഉടമ്പടി ഉപ്പ് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഉള്ളിൽ സേവിക്കുമ്പോൾ, എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇസ്രായേൽ ജനം നിരാജനമായി സമർപ്പിക്കുന്ന എല്ലാ കാഴ്ചകളിലും ഉടമ്പടി ഉപ്പ് ചേർക്കണമെന്ന് മറ്റൊരു വചനം കൂടിയുണ്ട്. അത് ലേവ്യർ 2:13 തിരുവചനമാണ്. ധാന്യബലിയിൽ ഉടമ്പടി ഉപ്പ് ചേർക്കണം എന്നുള്ള തിരുവചനം. വീണ്ടും 2 ദിനവൃത്താന്തം 13:5 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ലവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിൻ്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൂടെ എന്ന്. ഈ വചനങ്ങളെല്ലാം ഒരേ ഒരു സത്യത്തിലോട്ടാണ്, ഒരേ ഒരു വെളിപാടിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. അതെന്താണ്? അതായത് ഇസ്രായേലിൻ്റെ ശാശ്വതമായ അവകാശം സ്വന്തമാക്കുവാൻ ദൈവത്തിൻ്റെ ജനം ഉടമ്പടി ഉപ്പ് എപ്രകാരം ഉപയോഗിക്കണം. അത് വിശ്വാസപ്രയോഗത്തിലൂടെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം അത് പ്രയോഗിക്കാൻ. കാരണം പുതിയ ഉടമ്പടിയിലൂടെ യേശു നിത്യപുരോഹിതനായി ഉയർത്തപ്പെട്ടു. അപ്പോൾ ലേവ്യ പുരോഹിതർ, അവരുടെ പുത്രന്മാർ പുത്രിമാരൊക്കെ ഈ ഇസ്രായേൽ ജനം നിരാജനമായി സമർപ്പിക്കുന്ന കാഴ്ചകളുടെ ഓഹരി അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഈ ഈശോയുടെ വലിയ
ഉടമ്പടിയിൽ, നിത്യ ഉടമ്പടിയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്കും ഈയൊരു ഓഹരി ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗത്താൽ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളൊരു കൂടി സത്യം കൂടി ഈ വചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ലേവ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഭൂമി അവകാശമായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. പഴയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭൂമി അവർക്ക് അവകാശമായി പതിച്ചു കൊടുക്കാത്തത് എന്നുള്ള ഉത്തരം വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെയായിരിക്കും അവരുടെ അവകാശവും ഓഹരിയും എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ലവണ ഉടമ്പടി എന്ന് വായിക്കുമ്പോൾ, ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രയോഗത്താൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ്. അതായത് നമ്മളായിരിക്കുന്ന ഇടങ്ങൾ, ഏറ്റെടുക്കുന്ന വിഷയങ്ങളിലെല്ലാം ദൈവരാജ്യം സംസ്ഥാപിതമാക്കാനാണ് ഒരു വ്യക്തി, മരിയൻ ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തി, ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ 2 ദിനവൃത്താന്തത്തിൽ നമ്മൾ 13:5 നമ്മൾ വായിച്ച് കേട്ടത്. അതായത് ഇസ്രായേലിൻ്റെ ആ രാജ്യം ശാശ്വതമായി ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും ലവണ ഉടമ്പടിയാലാണ് അനുവദിച്ച് തന്നിരിക്കുന്നത്. അതായത് ഈ രാജ്യത്വം ശാശ്വതമായിട്ട് സ്വന്തമാക്കാൻ, ദൈവരാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിതമാക്കാനാണ് ഉടമ്പടിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉപ്പ് ഉപയോഗിക്കണമെന്ന് ഈ മകളോട് പറഞ്ഞതിന് ശേഷം നടന്ന കാര്യങ്ങൾ ആ മകൾ ചുരുക്കി പറയുന്നുണ്ട്. അതായത് ഈ മകളൊരു വലിയൊരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മകളുടെ കോളേജിൽ പഠിച്ചത് തന്നെ 2 വർഷം സീനിയറായിട്ടുള്ള ഒരു വ്യക്തി, ജോസഫ് എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ വിവാഹാലോചന വരുമ്പോഴാണ് വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഇത് നല്ല ആലോചനയാണ്, ഇതുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഈ മകളുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത് ഇപ്രകാരമാണ്. പക്ഷേ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കൂടെ 2 വർഷം എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റുള്ളവർ പല രീതിയിൽ സംസാരിക്കാൻ ഇടയാവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എന്ത് ചെയ്യും, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയണില്ല. പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിൽ അവർ പെണ്ണ് കാണാൻ വരാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാമ്മ, ഇത് തന്നെയാണ് നീ എനിക്ക് നിയോഗിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് എന്തായാലും 1 ആഴ്ച കൂടി സമയം തരണം എനിക്ക് ഒരുങ്ങാനായിട്ട്. അതായത് ഇത് തന്നെയാണോ ദൈവപിതാവ് ഉദ്ദേശിക്കുന്ന വ്യക്തി, എൻ്റെ ഭാവി ഭർത്താവായി വരാൻ ദൈവപിതാവ് ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് ഈ മകള് ആലോചിച്ച് പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ, ആദ്യം ഞാൻ എൻ്റെ കട്ടിലയിൽ കിടന്നാണ് ഞാൻ കൊന്തെത്തിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ തുറന്നെടുക്കേണ്ട ഒരു നെറ്റിൻ്റെ കർട്ടനാണ് ഇട്ടേക്കുന്നത്. അതിൽ ഒരു 2 കണ്ണുകൾ പോലെ തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ എന്താണോ പെട്ടെന്ന് തന്നെ നോക്കുന്ന പോലെ തോന്നി. ഞാൻ വേഗം കണ്ണടച്ച് പിന്നെയും കടന്നു. പിന്നെയും തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി, നിഴൽ പോലെ. അതിനുശേഷം മാതാവിൻ്റെ ഫുൾ ഫേസ്, ഷോള്, കൃപാസന മാതാവിൻ്റെ ഷോള് ഒരു ഹാഫ് വരെ ഫുൾ ആ കർട്ടനിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും കൃപാസന മാതാവ് തന്നെയാണ്. മാതാവിൻ്റെ ചുണ്ടുകൾ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ണടച്ച് കടന്ന് കൊന്ന ചൊല്ലി ഇടയ്ക്ക് ഞാൻ കണ്ണുറന്ന് നോക്കും. എനിക്ക് ഇടയ്ക്ക് പേടിയാവും. പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെയും കണ്ണുറന്ന് നോക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ മാതാവ് എൻ്റെ റൂമിൽ കർട്ടനിൽ വന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു അടയാളമായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നത്. ആ വിവാഹം ഉറപ്പിക്കുന്നുണ്ട്. സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ മകള് ആ ഒരു സാക്ഷ്യം പറയുന്നത്. ഉടമ്പടി ഉപ്പിൻ്റെ വലിയൊരു വിശ്വാസ പ്രയോഗ സാക്ഷ്യമാണ്. ഉള്ളിൽ സേവിച്ചത് വഴി ദൈവത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിനവൃത്താന്തത്തിൽ 13:5 തിരുവചനത്തിൽ ഇസ്രായേലിൻ്റെ ശാശ്വതമായിട്ടുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ മകള് ലവണ ഉടമ്പടിയാൽ എപ്രകാരമാണ് മുദ്രിതമാക്കപ്പെട്ട വലിയൊരു സാക്ഷിയായി ഉയർത്തപ്പെട്ടത്. അതാണ് സാക്ഷ്യത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി തരുന്നതിന് മുമ്പ് നടന്ന വലിയൊരു സംഭവമാണ് എൻ്റെ ഓർമ്മയിലോട്ട് വന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെ 4 വർഷവും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു വലിയ ആത്മാർത്ഥ സുഹൃത്ത്, ആ മകളുടെ പേര് ഞാൻ പറയുന്നില്ല, ആ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രൈസിസ് ഇതേപോലെ വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. അപ്പോൾ അന്ന് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി നിലവിൽ വന്നിട്ടില്ല. ആകെയുള്ളത് മരിയൻ തപസ് ധ്യാനമാണ്. അപ്പോൾ ഈ മകള് 2 മരിയൻ തപസ് ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനുമായിട്ട് പ്രാർത്ഥന സന്ദേശം
അതും അല്ലെങ്കിൽ ഒരു ദൈവപിതാവിൻ്റെ ഇഷ്ടം അറിയാൻ ഒരു മെസ്സേജ് എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു. 3 പ്രാർത്ഥന കൂടുക, അല്ലെങ്കിൽ മരിയൻ തപസ് കൂടുക. അപ്പോൾ ഈ മകള്, എൻ്റെ സുഹൃത്ത്, ഈ മരിയൻ തപസ് കൂടിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ മകളുടെ ഈ സുഹൃത്തിൻ്റെ വീട്ടിലെ വിവാഹാലോചന വന്നത്. അപ്പോൾ ഈ മകള് സിറിയൻ കാത്തലിക്കാണ്. പക്ഷേ ഈ വീട്ടുകാർ കൊണ്ടുവന്ന ആലോചന ഒരു ജാക്കോബൈറ്റിൻ്റെ ആയിരുന്നു. ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വീടായിരുന്നു ഈ ആലോചന കൊണ്ടുവന്നത്. ഈ മകൾക്ക്, അതായത് എൻ്റെ സുഹൃത്തിന് ഇഷ്ടമില്ലായിരുന്നിട്ട് പോലും വീട്ടുകാർ ഇതിൻ്റെ മനസ്സമ്മതമൊക്കെ നടത്തി. ഈ മകൾ ആവുന്നത്ര പറഞ്ഞിട്ടും ഈ വിഷയം വീട്ടുകാരെ ഏറ്റെടുത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മരിയൻ തപസ് കൂടിയതാണല്ലോ എന്ന് കരുതി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനുമായിട്ട് ഈ ഒരു സന്ദേശം എടുക്കാൻ വേണ്ടി മകളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ സന്ദേശം എടുത്തിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് ദൈവഹിതം പ്രകാരമുള്ളൊരു മാരേജ് അല്ല എന്നാണ്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ മകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിവാഹ ഡേറ്റ് ഫിക്സ് ചെയ്തു, വിവാഹത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇവർ തമ്മിൽ 1-2 തവണയൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൊരു ബന്ധമുള്ളൂ ഇവർ തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ബഹുമാനപ്പെട്ട അച്ഛന് ദൈവഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, ഇനി ചെയ്യാനൊന്നുമില്ല, നേരിട്ട് വിളിച്ച് പറയുക. ആളുടെ നമ്പർ കയ്യിലുണ്ടല്ലോ. പക്ഷേ ഈ വീട്ടുകാരെ ഭയന്ന് ഈ മകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അതായത് ഞാനന്ന് ലിസി ആശുപത്രിയിൽ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയമായിരുന്നു. 2014-15 കാലഘട്ടം. അപ്പോൾ ഞാൻ ആ സമയത്ത് നിത്യാരാധന ചാപ്പലിൽ കയറി ഈ മകളുടെ അവസ്ഥ ഈശോയോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി. അത് നിങ്ങൾ ആരും പറഞ്ഞ് വിശ്വസിക്കാത്തൊരു വലിയ ദൈവിക ഇടപെടൽ. അതാണ് തത്സമയ ദൈവാനുഭവം. അപ്പോൾ ഈ മകള് ഇവളുടെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ മൊബൈൽ ടെക്സ്റ്റ് മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മകൾക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് ഡ്രാഫ്റ്റ് മെസ്സേജിലേക്ക് കിടക്കുകയുള്ളൂ. അത് സെൻഡ് ആയാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സെൻഡ് ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ സെൻഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ നിത്യാരാധന ചാപ്പലിൽ ഈ ഈശോയുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കാരണം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, ഞാൻ തന്നെയാണ് ഈ വിഷയങ്ങൾ എല്ലാ ദിവസവും ഈ മകളുടെ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിത്യാരാധന ചാപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇവളുടെ ഒരു ഫോൺ വന്നു. ഫോൺ ഇപ്രകാരമാണ്: ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിരുന്ന മെസ്സേജ് സെൻഡായി. ഓട്ടോമാറ്റിക്കലി ഈശോ തന്നെ സെൻഡാക്കി. പിന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. വെഡ്ഡിങ് ഡ്രസ്സ് വരെ പർച്ചേസ് ചെയ്തൊരു വിഷയമാണ്. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഈ മകളുമായിട്ട് എനിക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾക്ക് ദൈവം ദാനമായി നൽകിയ 2 ആൺകുഞ്ഞുങ്ങളുമായിട്ട് അവൾ എനിക്കൊരു പടം അയച്ചു തന്നപ്പോൾ ഞാൻ ദൈവപിതാവിന് നന്ദി പറഞ്ഞു. ജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെയും അതുപോലെ കുടുംബജീവിതത്തിൻ്റെയും ഒരുപാട് സഹന സാഹചര്യങ്ങളിൽ തന്നെയാണ് ആ മകളായിരിക്കുന്നതെങ്കിൽ കൂടിയും ആ ഒരു സമയം ദൈവരാജ്യം പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇത് ദൈവഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ തത്സമയമാണ് ഈശോ ദിവ്യകാരുണ്യനാഥൻ ആ മകളുടെ വിഷയത്തിൽ ഇടപെട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ മകളെ മോചിപ്പിച്ചത്. ഇപ്പോൾ ഈ എലിസബത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നൊരു വിഷയം ഇതാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവപിതാവിൻ്റെ ഇഷ്ടം ഇതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ആലോചന തേടുമ്പോൾ അത് മരിയൻ ഉടമ്പടി വഴിയാകുമ്പോൾ അത് തൽക്ഷണമാണ്, തൽസമയമാണ്, അതുമല്ലെങ്കിൽ സമയച്ചുരുക്കത്തിലാണ് അതിനൊരു വലിയ ദൈവിക ഇടപെടലുണ്ടാകുന്നത്. എലിസബത്ത് അത് എടുത്തു പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എന്നെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ വിഷയം അതുപോലെ തന്നെയായിരുന്നു. ആ മകൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ ആ മകളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവപിതാവ് ആ മകളുടെ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ ഈ സുഹൃത്ത് തന്നെ അൾത്താരയിൽ, കൃപാസനം അൾത്താരയിൽ മൈക്കെടുത്ത് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്: ആരെയും കണ്ടുകൊണ്ടല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തെ മാത്രം കണ്ടുകൊണ്ടാണ് നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് ഈ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗം ദൈവത്തിൻ്റെ രാജ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് അവകാശമായി നൽകിയിരിക്കുന്ന ഈ അവകാശം സ്വന്തമാക്കുവാനായിട്ട് ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗം വഴി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ്
ഈ സാക്ഷ്യത്തിൽ ഉടനീളം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈ ഒരു വലിയ സാക്ഷ്യത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്നാണ് ആ മകളോട് പറയുന്നത്, നീ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കാം. ഈശോ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു, ഇസ്രായേലിന് ശാശ്വതമായ രാജ്യം കൈവശപ്പെടുത്താൻ, അവകാശമാക്കാൻ ലവണ ഉടമ്പടിയാണ് ആദ്യം മുതലേ നിലനിന്നിരുന്നത്. റോമ 10:9 തിരുവചനം അനുസരിച്ച് ഞങ്ങൾ ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും, ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ദൈവമായ കർത്താവ് തന്നെയാണ് ലേവ്യർക്ക് ഭൂമി അവകാശമായി കൊടുക്കുന്നതിന് പകരം ഞങ്ങൾക്ക് ഓഹരിയായി ലഭിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, ഏറെ പ്രത്യേകമായിട്ട് ഈ സാക്ഷ്യത്തിലൂടെ ഉടമ്പടി ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഞങ്ങളും ഈ ഒരു രാജ്യത്വം അവകാശമാക്കുവാൻ, ദൈവപിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പിൽ വരുത്തുവാൻ ഈ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രയോഗത്തിലൂടെ നിൻ്റെ രാജ്യം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ ഉപയോഗിക്കുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. എൻ്റെ പേര് പ്രീത, എൻ്റെ ഭർത്താവ് സിജോ, മക്കൾ റയാൻ, ഐറിൻ. 2023 ജനുവരി 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആലുവ, എറണാകുളം, അങ്കമാലി അതിരൂപത മുപ്പത്തരം ഹോളി ഏഞ്ചൽസ് ചർച്ചിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. 2ാമത്തെ തവണയാണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം ഇവിടെ പറയുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് ജോലി കിട്ടിയ കാര്യം പറയാനാണ്. 12 വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു. അതിനുശേഷം 2020 നാട്ടിൽ വന്നു. പിന്നെ കൊറോണ സമയമായിട്ട് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചു. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. ഒത്തിരി പൈസ അതിനായിട്ട് പോയി. 2 തവണ വിസ റിജക്ഷനായി. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഓരോ സമയവും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ പോളണ്ടിലേക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ മാതാവേ പോളണ്ടിലേക്ക് തന്നെ ജോലി തരണേ എന്ന് ഞാൻ അത് ആവർത്തിച്ച് അത് തന്നെ വെച്ചിരുന്നു. പക്ഷേ കിട്ടിയിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് അത് ഒരുപാട് സങ്കടം വന്നപ്പോൾ ഞാൻ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത്, നീ അർഹിക്കാത്തത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ തരാത്തതെന്ന്. അപ്പോൾ എനിക്കൊന്ന് സങ്കടമായി. അന്ന് ആദ്യം കുറേ കരഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥനാ രീതി മാറ്റി. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് മാറ്റി. ഞാനത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ശേഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കും മാതാവിനും ഇഷ്ടമാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. എവിടെയാണ് ഞങ്ങൾക്ക് ജോലി അമ്മ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴൊക്കെ എന്ത് നിയോഗം വെച്ചാലും, നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വയ്ക്കാറില്ല. ഞാനെല്ലാം പരിശുദ്ധാത്മാവ് ലഭിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല ജോലി നൽകണം, അങ്ങനെയൊക്കെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ ദിവസം ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോഴൊന്നും ആവശ്യങ്ങൾ പറയുന്നില്ല. ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം, പരിശുദ്ധാത്മാവ് ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ കൂടുമ്പോൾ ഞാൻ ഇരുന്ന് കൂടിയ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ അടുക്കളയിൽ ഫോൺ ഓണാക്കി വയ്ക്കും. ഞാൻ എന്നിട്ട് ഉടമ്പടി ധ്യാനം കൂടും. അപ്പോൾ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കുഴപ്പമില്ല, കൊള്ളാം, ഞാനങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ആരാധന സമയത്തിന് മുമ്പായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ നിനക്ക് അരമണിക്കൂർ പോലും എൻ്റെ കൂടെ ഇരുന്നുകൂടെ എന്ന് ശക്തമായിട്ടുള്ള കേൾക്കുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ പണിയൊക്കെ നിർത്തി ഞാൻ ആരാധന ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വരുന്ന കൂടി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പത്രം കിടക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിലൊരു സൗദിയിലേക്കുള്ളൊരു ജോലിയുടെ ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാനത് ഉടനെ തന്നെ ചേട്ടനോട് ചോദിച്ചിട്ട് CV അയച്ചു. ആ ജോലിയാണ് ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജോലിയുടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എന്ന് വെച്ചാൽ അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോരോ ഘട്ടത്തിലും അതൊന്നെങ്കിൽ ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്തായിരിക്കും, അതല്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ഉപവസിക്കുന്ന ദിവസമായിരിക്കും. അങ്ങനെ മാതാവിൻ്റെ ദിവസങ്ങളിലാണ് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ചേട്ടൻ മെഡിക്കലിന് പോയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൊറോണ വന്ന ആളാണ്, ലങ്സ് എന്തായിരിക്കുമെന്ന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാനെടുത്തു, എൻ്റെ കൈ നോക്കുമ്പോൾ ധ്യാനം കൂടാൻ സമയമായി, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3-4 പത്രം ഇരിക്കണം. അപ്പം ഇതും കൂടി കൊടുത്തിട്ട് ധ്യാനം കൂടാം, 11:30-ക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പം അതും കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഇറങ്ങി, വീട്ടിലാരുമില്ല, വാതിൽ പൂട്ടി. എന്നിട്ട് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടേ കൊടുത്തു. ഞങ്ങളുടെ അടുത്തൊരു രോഗി ഉള്ളൊരു വീടുണ്ടായിരുന്നു, അവിടെ പോയിരുന്നു മാതാവിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പത്രം മുഴുവൻ കൊടുത്ത ശേഷം തിരിച്ചു വന്ന് എൻ്റെ വീടിൻ്റെ വാതിൽ ഞാൻ തുറന്നകത്തേക്ക് കയറിയപ്പോൾ സാമ്പ്രാണിത്തിരി കൂട്ടിയിട്ട് തീ കത്തിച്ചാൽ എങ്ങനെ അത്രയും മണം, തലവേദന എടുക്കുന്ന പോലെയുള്ള മണം, ഭയങ്കര മണം വീടിൻ്റെ അകം മുഴുവൻ. അപ്പം ഞാൻ എവിടെ നിന്നാണ് ഈ മണം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലായില്ല. ഞാൻ ആദ്യം മുറികളിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും മണമില്ല. ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ മാതാവ് ഇരിക്കുന്ന, ഈശോ ഇരിക്കുന്ന, രൂപം ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം ഭയങ്കര മണം. അപ്പം ഇത് മാതാവിൻ്റെ മണമാണോ എന്ന് വിചാരിച്ച സെക്കൻഡിൽ ആ മണം പിന്നെ വന്നില്ല. ഒരു ഉച്ചശകലം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു മെഡിക്കൽ പാസ്സായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിസ വരാൻ കുറച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി, ചേട്ടൻ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ വീട് 4 അവിടെ നിന്ന് ചേർത്തല വരെ ഒരു 1.5 മണിക്കൂർ ബസ്സിലിരിക്കണം. ഞാൻ 4 കൊന്ത ചൊല്ലി ഞാൻ പറഞ്ഞിട്ട് ടെൻഷൻ ഒന്ന് മാറ്റിത്താ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറിയ സെക്കൻഡിൽ വിളിച്ച് വിസ കിട്ടി. വിസ എത്ര പൗരുലെന്ന് പറഞ്ഞതാണ്, വിസ വന്നു. പിന്നെ കഴിഞ്ഞ മാസം ഒരു ചൊവ്വാഴ്ച ഒരു 9-ാം തീയതിയിലത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഇന്നേക്ക് 44 ദിവസത്തിനുള്ളിൽ ഒരുപാട് പേരുടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് ആവശ്യങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ പുറകിൽ മാലാഖ കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തപ്പോൾ എനിക്ക് യോഗ്യതയൊന്നുമില്ല, എന്നാൽ അച്ഛൻ പറഞ്ഞല്ല, ഞാൻ വിശ്വസിച്ചു എന്ന് കരുതി. നിങ്ങളുടെ എനിക്ക് വിശ്വസിക്കാൻ തോന്നി. അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ യോഗ്യതകൾ കൊണ്ടല്ല ലഭിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി, കാരണം എനിക്ക് യോഗ്യതയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അന്ന് മുതൽ കലണ്ടറിൽ എണ്ണിയിട്ട് 44 ദിവസം ഞാൻ കൂടി അന്ന് മുതൽ നോക്കിയപ്പോൾ അത് സെപ്റ്റംബർ 24. അതിന് ഞാൻ വട്ടം വരച്ച് യേശുവേ നന്ദി എന്നെഴുതി. അന്നത്തെ ഞാൻ കൂടിയത് 12-ാം തീയതിയായിരുന്നു. 12-ാം തീയതി മരിയൻ ഉടമ്പടി സാക്ഷ്യമെന്ന് എഴുതി, എൻ്റെ പേരെഴുതി ഞാൻ ഒപ്പിട്ട് ഡേറ്റ് വെച്ചു. കാരണം പിന്നീട് ഞാൻ പറയുമ്പോൾ ഞാൻ നുണയാണ് പറയുന്നതെന്ന് ആരും പറയരുതല്ലോ, തെളിവിന് വേണ്ടി ഞാൻ അങ്ങനെ വെച്ചു. ഈ സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 1:30-ക്കാണ് ധ്യാനം കൂടിയത്. അച്ഛൻ പറഞ്ഞത് ആ 1:30 സമയത്ത്, കൃത്യം 1:30 മണിക്ക് ചേട്ടൻ്റെ ടിക്കറ്റ് വന്ന് പോവാൻ. അപ്പോൾ അത് ഞാൻ മാതാവിന് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങളുടെ ആവശ്യം നടത്തിയ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളൊരു പഴയ ലോറി വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾക്കതും പോകുന്നതിന് മുമ്പ് വിൽക്കണം, കാരണം കിടന്നിട്ട് കാര്യമില്ല, വിൽക്കണമെന്ന് നോക്കി നടന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഒന്ന് വിറ്റ് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ടിക്കറ്റ് വന്ന് 2 ദിവസം മുന്നേ അത് പെട്ടെന്ന് തന്നെ അത് കച്ചവടമായി, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് PCOD രോഗം ഉണ്ടായിരുന്നു നേരത്തെ മുതലേ. അപ്പോൾ ഞാൻ ഈ ധ്യാനം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വയറിൽ കുരിശ് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം ഏത് മാസമാണെന്ന് ഓർക്കുന്നില്ല, അച്ഛൻ ഉടമ്പടി ധ്യാനം ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യം പ്രാർത്ഥിക്കും മക്കളെ, അത് നടന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ രാവിലെ തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ ഒരു രോഗം മാറിക്കിട്ടി. പിന്നെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിപ്പോഴൊന്നുമല്ല, 2004. അന്ന് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു പഴയ വീടാണ്, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ജയിക്കുമോ ഇല്ലെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ അത്രയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഒരു പ്രസിദ്ധിയുണ്ട്, ഒരു സുമ ചേച്ചി, അച്ഛൻ്റെ കൂടെ ഇവിടെ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ചേച്ചിയാണ്, സുമ ചേച്ചിയുണ്ട്, ഞങ്ങളുടെ നാട്ടിനടുത്തുള്ളതാണ്. അപ്പോൾ ചേച്ചി അന്ന് എൻ്റെ വീട്ടിൽ വന്നു. എന്നെ ഞാൻ പുറത്ത് നിൽക്കുക. ചേച്ചി പറഞ്ഞ് പ്രീത ജയിക്കുമോ? ഞാൻ അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞ് കലവൂർ ഒരു പള്ളിയുണ്ട് കൃപാസനം. അപ്പോൾ ഞാൻ കൃപാസനോ എന്ത് വാക്കാന്ന് ഞാൻ വിചാരിച്ചു. അവിടെ മാതാവുണ്ട്, അവിടെ തിരികെത്തിക്കോ? അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അപ്പോൾ പഴയ രൂപമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഞാൻ ശരി പ്രാർത്ഥിക്കാം. അന്ന് വരെ ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ വീട് തങ്കിപ്പള്ളി ഇടവകയാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ, അപ്പോൾ എന്തിനാണ് വേറെ എന്ന് വിചാരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോടൊന്ന് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. അപ്പം ശരി എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, അത് 2004 മാതാവ് പ്രത്യക്ഷം എന്നെ മാതാവിനെ ഉടമ്പടിയിലോട്ട് വിളിച്ചതുപോലെ. കാരണം ഞാൻ ഇന്നും ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമല്ലോ, എൻ്റെ മരണം വരെ ഞാൻ അത് തുടരുകയും ചെയ്യും. അപ്പോൾ മാതാവ് വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോൾ കൂടി നിൽക്കും നമ്മളെല്ലാവരും, നമ്മൾ വിചാരിക്കുമോ നമുക്ക് സൗകര്യം കിട്ടിയതുകൊണ്ട് നമ്മൾ വന്നു, ഒരാവശ്യം വന്നുകൊണ്ട് നമ്മൾ വന്നു, ഉടമ്പടി എടുക്കാൻ വന്നു. പക്ഷേ നമ്മൾ ജനിക്കും മുമ്പേ നമ്മളറിയാവുന്ന നമ്മുടെ ഈശോ നമ്മളെ മരിയൻ പ്രേക്ഷിതരായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു യോഗ്യതയില്ലാത്ത എന്നെ അമ്മ ഇവിടെ വിളിച്ചതായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, എൻ്റെ ഒരു ഉടമ്പടി ജീവിതത്തെ പറ്റി പറയാനാണെങ്കിൽ ഞാനിപ്പോൾ എല്ലാ ഉടമ്പടി എടുത്തിട്ട് ഇന്നവരെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, പരിശുദ്ധ കുർബാന അർപ്പിക്കും. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ജപമാല ചൊല്ലുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ബുധനാഴ്ചകളിൽ ഉപവസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പത്രം ആദ്യമൊക്കെ മേടിച്ചിട്ട് പോകുമ്പോൾ കൊടുക്കാൻ ഭയങ്കര കയ്യിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർന്നാൽ മതിയായിരുന്നു എന്നൊരവസ്ഥ. പിന്നെ പള്ളികളിൽ കൊണ്ട് കുർബാന കഴിയുമ്പോൾ നോട്ടീസ് വിതരണം ചെയ്യണ പോലെ കൊടുത്തിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനത് നിർത്തിയിട്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ, ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെ. എൻ്റെ കുഞ്ഞ് നടക്കാത്ത കുഞ്ഞായിരുന്നു, ഈ അമ്മയുടെ മുമ്പിൽ നടന്ന കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യങ്ങൾ അതും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൂടെ വിശേഷവിധിയായിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ എന്നെക്കൊണ്ട് എന്താ ഇപ്പോൾ പറ്റണം. അപ്പം ഞാൻ വചനങ്ങൾ ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ഓരോ പത്രത്തിൽ ഞാൻ ഓരോ പത്രം വെച്ച് ഞാൻ ഉടമ്പടി തൈലം തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗ്ഗസ്വ പിതാവേ നന്മ നിറഞ്ഞൊരുമയും ചൊല്ലി ഓരോ പത്രം വെച്ച് ഇത് കിട്ടുന്ന ആളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഓരോ വചനങ്ങൾ ഞാൻ ക്ലിപ്പ് ചെയ്യും. ഈ വചനങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവരുടെ ഇടയിലോട്ട് മാതാവ് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ വീടും കയറി ഇറങ്ങി തന്നെ കൊടുത്തു തീർക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ചോറും പതികൾ ഞാൻ തന്നെ ഉണ്ടാക്കി ആശുപത്രികളിലും പിന്നെ റോഡ് സൈഡ് വഴിവക്കിലൊക്കെ കിടക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ട്. നേരത്തെ അടുത്ത പോലെ ഒത്തിരി പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. സമാധാനം ഒക്കെ ഈശോ നോക്കുമല്ലോ. കാരണം ഇപ്പം എന്താ എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. ഇപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിന് വിട്ട് തന്നെ ഈശോയ്ക്ക് മാധവൻ എന്താ ഇഷ്ടം അത് മതി. എൻ്റെ ഈശോയ്ക്ക് മാധവൻ എല്ലാം അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ 2018 മുതൽ ഉടമ്പടിയിലാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴല്ല മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരാഗ്രഹവും മാതാവിനോട് പറയാത്തതാണ് നല്ലത്. എനിക്കത് വേണം, ഒന്നും പറയണ്ട, അമ്മക്കറിയാം നമുക്ക് എന്ത് തരണമെന്ന്, ഏതാ നമുക്ക് നല്ലത്. ഈശോയ്ക്ക് മാധവൻ എന്താ ഇഷ്ടം. ഇപ്പം അച്ഛൻ പറയുന്ന പോലെ നമ്മൾ വേറെ ഒന്നും പറയണ്ട, അത് മതി. അത് പറഞ്ഞാൽ അമ്മയ്ക്കെല്ലാം അറിയാം. അല്ലാണ്ട് നമ്മളത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല ഒന്നും വിചാരിക്കേണ്ട, ഒന്നും മിണ്ടാണ്ട് അമ്മയുടെ മുമ്പിൽ ഇരുന്നാൽ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാം. ഈശോയ്ക്കും മാതാവിനെല്ലാം വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദിയോടെ സമർപ്പിക്കുന്നു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം തിരുവചനം. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നിമ്മി വർഗീസ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് OET പരീക്ഷ 10 തവണ എഴുതി. ആദ്യത്തെ 3-ാമത്തെ തവണ തന്നെ എനിക്ക് സബ്ജക്റ്റുകൾ കിട്ടിയെങ്കിലും സ്പീക്കിങ്ങിന് മാത്രം 340 എല്ലാ വട്ടവും കിട്ടാറ്. ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം എക്സാം എഴുതാൻ തുടങ്ങി. 7 തവണ വീണ്ടും എഴുതി. 10 തവണ എഴുതിയിട്ടും സ്പീക്കിങ്ങിന് 340 തന്നെ വന്നു നിന്നു. എൻ്റെ ആദ്യത്തെ സ്കോറ് വാലിഡ് അല്ലാതായി. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധനയാലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്ത് നിബന്ധനകളൊന്നും ശരിയായി പാലിച്ചിരുന്നില്ല. ഞാൻ എക്സാം എഴുതി. എക്സാമിൽ വീണ്ടും 340 തന്നെ വന്നു നിന്നു. എനിക്ക് വളരെ നിരാശയായി. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ഞാൻ വീണ്ടും ഉടമ്പടി നന്നായി ചെയ്യാൻ തുടങ്ങി. ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്ക് മറക്കാനും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും തുടങ്ങി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പിന്നീട് ഉടമ്പടിയിൽ ജീവിച്ചിരുന്നത്. എനിക്ക് ഈശോയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ ജീവിച്ചിരുന്നത്. എങ്കിലും ഞാൻ 2 എക്സാമിന് ഒന്നിച്ച് ഡേറ്റ് എടുത്തിരുന്നു. ഞാൻ അതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ആദ്യത്തെ എക്സാമിൽ സ്പീക്കിങ്ങിൽ എനിക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കിട്ടിയത്. അതിന് ഞാൻ നന്നായി സ്പീക്കിങ്ങിൽ സംസാരിച്ചു. വളരെ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു. അതെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ 2-ാമത്തെ എക്സാം എനിക്ക് എഴുതേണ്ടതുണ്ട്.
അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ എക്സാം എനിക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ എക്സാം ഞാൻ എഴുതി. രണ്ടാമത്തെ എക്സാമിലെ സ്പീക്കിങ്ങിന് എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആയിരുന്നു, അറിയാവുന്ന ടോപ്പിക്കായിരുന്നു പോലും എനിക്ക് നന്നായി പറയാനോ ഒരു വാക്ക് പോലും നന്നായി സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. അത് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ എക്സാമിനെല്ലാം കൊണ്ടുപോയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പൂശിയിരുന്നു. കാശ് രൂപം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിരുന്നു. രണ്ടാമത്തെ എക്സാം എനിക്ക് കിട്ടില്ലെന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ ആദ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി. അതിൽ 340 തന്നെ കിട്ടി. ഞാൻ വളരെ നിരാശയായി. പിന്നെ ഞാൻ എക്സാമിനെ പറ്റി ചിന്തിച്ചില്ല. രണ്ടാമത്തെ റിസൾട്ട് കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ കൂട്ടുകാരാണ് എപ്പോഴും റിസൾട്ട് വരുമ്പോൾ എന്നോട് വിളിച്ച് പറയാറ്. രണ്ടാമത്തെ റിസൾട്ട് വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അകത്ത് തന്നെ ഞങ്ങൾക്ക് ചാപ്പലുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റിസൾട്ട് വന്നതറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ചാപ്പലിലേക്ക് പോയി. അവിടെ മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ റിസൾട്ട് തുറന്നു. 340 7 വട്ടവും കിട്ടി. എനിക്ക് 380 ഒന്നും പറയാത്ത ഒരു എക്സാമിന് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തളർന്നിരുന്നു പോയി. എനിക്ക് അമ്മയുടെ ഒരു സാക്ഷ്യം പറയണമെന്ന് മാത്രമേ ഞാൻ പിന്നീട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വളരെ സന്തോഷമായി. എനിക്ക് പിന്നീട് അങ്ങ് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാർ മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖാന്തരം ഞാൻ അറിഞ്ഞു ന്യൂസിലാൻഡിലേക്കുള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ക്ലോസ് ആയേക്കാണ്. ജോലി അവിടെ ആർക്കും കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു വരുവാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വീണ്ടും നിരാശയില്ല. എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അമ്മയുടെ അത്ഭുതം എങ്ങനെയാണെന്ന് ധൈര്യത്തോടെ നിന്ന് പറയാനുള്ള ഒരു സാക്ഷ്യം എനിക്ക് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ന്യൂസിലാൻഡിൽ പോയി. എനിക്ക് അവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു. ഞാനവിടെ എക്സാം എഴുതി ധൈര്യത്തോടെ. അതിനു മുമ്പ് എക്സാമിനെല്ലാം പേടിയോടെ കണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ എക്സാം എല്ലാം പാസ്സാവുകയും എല്ലാം ധൈര്യത്തോടെ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. ഞാൻ എക്സാം കഴിഞ്ഞു, നാട്ടിൽ തിരിച്ചു വന്നു, ജോലിക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. 500ഓളം ആപ്ലിക്കേഷൻസ് ഞാൻ അപേക്ഷിച്ചു. ഒന്നിനും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. എല്ലാം റിജക്ഷൻ മാത്രം കിട്ടി. അറിയില്ലാത്ത ആളുകളോട് പോലും വിളിച്ച് സഹായങ്ങൾ ചോദിച്ചു. ഞാൻ സഹായം ചോദിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ തന്ന റിസൾട്ടാണ്, അമ്മ തന്നെ എനിക്കിതിനൊരു മാർഗം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും അപേക്ഷിക്കില്ല, ഞാൻ ആരോടും സഹായം അഭ്യർത്ഥിക്കില്ല എന്നുള്ളത്. അതും കൂടെ എന്നെ എളിമപ്പെടുത്താൻ അമ്മ ഇതിലൂടെ സാധിച്ചു. ഞാൻ സഹായം ചോദിച്ചുവെങ്കിലും ആരും ചെയ്തവരുണ്ട്. പക്ഷേ പലരുടെയും മുഖങ്ങൾ എനിക്ക് അതിലൂടെ മനസ്സിലായി. അമ്മ മാത്രമാണ് എന്നെ സഹായിച്ചത്. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 2025 ജാനുവരി 29 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ ഡേറ്റ് ഫെബ്രുവരി 6 ആ ദിവസം എനിക്ക് 3 ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് 5 ദിവസത്തിന് ശേഷം എനിക്ക് പുതിയ 3 ഇൻ്റർവ്യൂ കോൾസ് വന്നു. അതിലെല്ലാം സ്പോൺസർഷിപ്പ് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ 3ലും സ്പോൺസർഷിപ്പ് ഇല്ലാത്തതായിരുന്നു വന്നിരുന്നത്. അതിലാദ്യത്തെ തന്നെ അവർ തന്നെ റിജക്റ്റാക്കി. 2 ഉണ്ടായിരുന്നു. അതിലും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. അതിൽ അവർ ആപ്ലിക്കേഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതാണെന്ന്. ഞാൻ എന്നാലും അവരെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എലിജിബിൾ അല്ല, എനിക്ക് വിസ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസയില്ലെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാനതിൽ പാസ്സായി. ഞാനൊരിക്കലും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന്. എന്ന് വെച്ചാൽ അത് ഒരു അത്യാഗ്രഹമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഏതെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഏജ്ഡ് കെയറിലാണ് എല്ലാവർക്കും ജോലി കിട്ടിയിരുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലൈ ചെയ്തതല്ല ഏജ്ഡ് കെയറിലായിരുന്നു. പക്ഷേ ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി തന്നു. അടുത്ത മാസം എനിക്ക് പോവാൻ വിസ വന്നിരിക്കുകയാണ്.
ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ പേഷ്യൻസ് അല്ലാതെ ബാക്കിയുള്ളവർക്കും സഹായം ചെയ്യുകയും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം കൊടുക്കുകയും പിന്നെ എന്നാലാവത് വിധം പൈസയാലും ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന എന്നുള്ളത് ഞായറാഴ്ചകളിൽ മാത്രം പറ്റിയാൽ കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാന കൂടിയില്ലെങ്കിൽ ഒരു ഉറക്കം വരാത്ത ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മാറിയിരിക്കുന്നു. ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇനിയും ചെല്ലുന്ന സ്ഥലത്ത് എന്നും കുർബാന കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമേ എന്ന്. മനസ്സിൽ ഒത്തിരി ആളുകളോട് ക്ഷമിക്കാൻ കഴിയില്ലാതെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കാനും ദേഷ്യം കുറയ്ക്കാനും എല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ചു. പത്രം ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി എല്ലാവരോടും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രങ്ങൾ കൊടുപ്പിച്ചു. ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്, ബാംഗ്ലൂർ മേരിമാത ഇടവക പള്ളിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. ആദ്യം തന്നെ ഞാൻ മാതാവിനോടും പുത്രനോടും ക്ഷമ ചോദിക്കുന്ന എൻ്റെ സാക്ഷ്യപ്പെടുത്തൽ വളരെ വൈകിപ്പോയി. കാരണം പലപ്പോഴും എനിക്ക് അറിയാൻ പറ്റിയില്ല മാതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വൈകിപ്പോയി. അതിന് ക്ഷമ ചോദിക്കുന്നു. എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിലാണ്. അത് വിൽക്കാൻ നോക്കിയിട്ട് കുറേ നാളുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു 5 കൊല്ലം ഞങ്ങൾ ശ്രമിച്ചു വിൽക്കാൻ. കാരണം അവിടെ പ്രശ്നം അവർ പറഞ്ഞത് 2 സ്ഥലത്തിൽ ഒരു സ്ഥലം റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റോഡായതുകൊണ്ട് നമുക്ക് ആരും വരുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച വിലയും കിട്ടുന്നില്ല. കാരണം അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗുണ്ടായിസം പോലെയാണ് തോന്നിയത്. അപ്പം ഞങ്ങൾ ഓർത്ത് കിട്ടുന്ന വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമെങ്കിലും കൊടുത്തിട്ട് പോയാലോ എന്ന് വിചാരിച്ച്. പക്ഷേ 2023 ഉടമ്പടി എടുത്ത് ഉപ്പ് കൊണ്ട് അവിടെ വിതറി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ നവംബറിൽ തന്നെ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റി. ഏകദേശം ഒരുമാതിരി നല്ല വിലയും കിട്ടി ഞങ്ങൾക്ക്. ഞാൻ മേടിച്ചതിലും 10 ഇരട്ടി വിലയിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയത്. പിന്നെ അത് കൊടുക്കുന്നതിൻ്റെ സമയത്ത് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ ഡോക്യുമെൻ്റ് മെയിൻ ഡീഡ് കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നില്ല, ചേട്ടൻ ചാലക്കുടിയില്ല. അവിടെ നോക്കിയപ്പോൾ പുള്ളിക്കും ഇല്ല. ഒരു ജെറക്സ് നോക്കിയിട്ട് ഒരു ജെറക്സ് കോപ്പിയും ഇല്ല. ദൈവമേ എന്ത് ചെയ്യും ഇനി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ വെച്ച ബാഗ് കുടഞ്ഞിട്ട് നോക്കിയിട്ട് എന്തും കാണാനില്ല. പിന്നെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഇന്ന് കാണിച്ചു തരണേ. അങ്ങനെ തിരിച്ച് രണ്ടാമത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ആ ബാഗിൻ്റെ തന്നെ സൈഡിലിരിപ്പുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി ദൈവമേ മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ ആ സ്ഥലം വിറ്റു, അത് അതിൻ്റെ വിലയും കിട്ടി. പിന്നെ വന്നത് എനിക്ക് അലർജി ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് അലർജി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സോടുള്ള ഓർമ്മ തൊട്ട് ഏകദേശം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസം തൊട്ട് എനിക്ക് അലർജി ഇല്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേലും ഡസ്റ്റിൽ പോവുകയാണെങ്കിൽ ചില മാർക്കർ പേനയിൽ എഴുതുന്നതാണെങ്കിൽ പോലും എനിക്ക് അപ്പം തന്നെ തല കറങ്ങുന്ന പോലെയാവും. തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുമ്മി എൻ്റെ തൊണ്ട പൊട്ടി ചോര വന്നാൽ പോലും നിൽക്കില്ല. മിനിമം ഒരു ഗുളിക കഴിക്കണം, അല്ലെങ്കിൽ ചില ദിവസം മിക്ക ദിവസവും കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല, പുകയടിച്ചാലും കുഴപ്പമില്ല. ഒരു 3 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ പിള്ളേരും ഭാര്യയും പറഞ്ഞു തുടങ്ങി ഇത് ശരിക്കും മാതാവ് തന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത്ഭുതകരമായിട്ടൊരു സംഭവം സംഭവിച്ചത്, ഞാൻ എന്നെ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ എന്നെ പ്രലോഭിപ്പിച്ചതായ ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ മാനേജർ, ഞാനൊരു നല്ല IT കമ്പനിയിലാണ്, അറിയപ്പെടുന്ന IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു 2 കൊല്ലമായിട്ട് പുള്ളി ഒരു നിരന്തരമായിട്ട് എനിക്ക് തോന്നി പുള്ളി എന്നെ ടാർഗറ്റ് ചെയ്യുന്ന മാതിരി തോന്നി. ഈ കഴിഞ്ഞ കൊല്ലത്തെ ഇൻക്രിമെൻ്റ് എനിക്ക് തന്നില്ല. പുള്ളി പറഞ്ഞു നീ വളരെ മോശ പ്രകടനമാണ് കാണിക്കുന്നത്, ഇതുപോലെയാണെങ്കിൽ എന്നെ ചിലപ്പോൾ പറഞ്ഞു വിടും എന്നുള്ളതാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ദൈവമേ എന്ത് ചെയ്യും ഇനി, എൻ്റെ വേറെ ജോലി കിട്ടണമെങ്കിൽ 20 കൊല്ലം ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ്, അത്ര എളുപ്പമല്ല. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന ദിവസങ്ങളിൽ ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് വീട്ടിലും ചോദിച്ചു, എൻ്റെ ചേട്ടൻ്റെ പിള്ളേരും ചോദിച്ചു, അങ്കിളെ എന്താണ് വഴി, അങ്ങേര് പോവുമോ? ഞാൻ പറഞ്ഞു ഒരിക്കലും പോവില്ല, ഞാൻ റിട്ടയർഡ് ആയാലും അങ്ങേര് പോവില്ല, എന്നെക്കാളും പ്രായം കുറവാണ്, അങ്ങേര് പോകാൻ സാധ്യതയില്ല, ഞാൻ തന്നെ പോകണം എങ്ങോട്ടേലും. പക്ഷേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അനൗൺസ്മെൻറ്റ് വന്ന് അയാൾ വേറെ ടീമിലോട്ട് പോവാന്ന്. അപ്പോഴെനിക്ക് ഇപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു ശരിക്കും നിങ്ങളുടെ കൂടെ മാതാവുണ്ട്. ശരിക്കും അപ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാൻ എത്ര വൈകി മനസ്സിലാക്കാൻ. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചു. അതോടെ എനിക്ക് കുറേ സമാധാനമുണ്ട്. ഇപ്പം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താനാണല്ലോ ജോലി ചെയ്യുന്നത്. ആ ഒരു തലവേദന എനിക്ക് കുറഞ്ഞു കിട്ടി. മാതാവേ ഈശോയെ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ അതിന് ഒഴിച്ചിലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു.
അത് ഇവിടെ ഈ സൈഡിൽ എനിക്ക് തരിപ്പുണ്ടായിരുന്നു. പലപ്പോഴും ചൊറിച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയുള്ളതില്ല. അതും ഇപ്പം എനിക്ക് കുറേ നാളായിട്ട് അനുഭവപ്പെടുന്നില്ല. അതും മാറിക്കിട്ടി. എൻ്റെ അടുത്ത് വീട് കിട്ടുന്ന ആൾ, ഞങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ചെറിയ സ്ഥലങ്ങളാണ്. എൻ്റെ സ്ഥലം 20 അടി ബൈ 30 അടിയാണ്. തൊട്ടടുത്ത ആളും അത്ര വാങ്ങിച്ച്. ഞാനൊരു 1.5 അടി ചിലയിടത്ത് വിട്ട്, ചിലയിടത്ത് 1 അടി വിട്ടിട്ടുണ്ട്. അടുത്ത് വീട് കിട്ടുന്നയാളോട് ഞാൻ പറഞ്ഞു ഒരു 1/2 അടി വിടാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല. അവിടുത്തെ ആൾക്കാരും നമുക്കാരും സപ്പോർട്ടില്ല. ഞങ്ങൾ പല രീതിയിൽ സംസാരിച്ച് നോക്കി. 1/2 അടി വിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകുന്ന പറഞ്ഞു നോക്കി, ആൾക്കാരെ വിളിച്ച് പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ സൈഡിൽ കൂടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അയാൾ 1/2 അടി വിട്ട്. ഇപ്പോൾ അയാൾക്കൊരു ട്രാൻസ്ഫറായിട്ട് അയാൾ 4 കൊല്ലത്തിന് അയാൾ ബെള്ളാരിക്ക് പോയി. അത് പക്ഷേ ഇപ്പോൾ അയാൾ വളരെ സ്നേഹത്തിലാണ്. അയാൾ ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോട്ടെ, എൻ്റെ ഭാര്യയും മക്കളും ഇവിടെയാണ്. അത്ര നല്ല സ്നേഹത്തിലാണ്. മാതാവേ അതിനും നന്ദി. കാരണം അടുത്ത ആളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കലല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം, സ്നേഹത്തോടെ പോകാൻ തന്നെയാണ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ട് മാതാവാണ് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ കൊല്ലം റാലിക്ക് വരുന്ന സമയത്തിലായിരുന്നു, ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ട്, അതിവിടെ പറയുന്നില്ല. അപ്പം ഞാനൊരു ഐഡിയ ഇട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റും ഇവിടുത്തെ റാലി ഡേറ്റും സെയിം ആയിരുന്നു. അപ്പം ഞാൻ 183 ഐഡിയയിൽ ഞങ്ങളുടെ ഒരു ഐഡിയ വന്ന് 4ാമത് സെലക്റ്റായി, അല്ല 10ൽ വന്ന്. 10ൽ ഇനി 1, 2, 3 സെലക്ട് ആവുള്ളൂ. അത് വൈസ് പ്രസിഡൻറ്റുമായിട്ടാണ് സെലക്ട് ഇത് വരുന്നത്. 3 വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ കമ്പനിയുടെ ടോപ്പ് ആൾക്കാരുകളാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞാടാ നീ അത് ഇവിടെ തന്നെ ഇന്ന് പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടില്ല. പക്ഷേ വീട്ടിൽ എന്നോട് ഭാര്യയും മക്കളും പറഞ്ഞ് നിങ്ങൾ ഇതിവിടെ പോകാമെന്ന് തീരുമാനിച്ച ശേഷമല്ല സെലക്ട് ആയത്, നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരിക്കലും ഞാൻ റാലി മുടക്കില്ല, എൻ്റെ ഒരു ഡൗട്ടും ഇല്ല, എൻ്റെ സ്റ്റാൻസ് പോയാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം ഓവർനൈറ്റ് എനിക്ക് തോന്നുന്നു 3 മണി രാവിലെ വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഞാനും വേറൊരു പള്ളിയും പിന്നെ മാനേജറുമായിരുന്നു, അവരോട് ഡിസ്കസ് ചെയ്ത് എല്ലാം ചെയ്തു. അവർ പ്രസൻറ്റ് ചെയ്തു. ഇവിടെ ഞാൻ റാലി നടത്തി, ഞാനും പയ്യനും വന്ന് നടന്നു. പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടേതും സെലക്റ്റായി. അതും വലിയൊരു അത്ഭുതം തന്നെയാണ്. സെലക്റ്റായി. അത് ഞാൻ 1 കൊല്ലത്തിനായി ഇംപ്ലിമെൻറ്റേഷനും ചെയ്തു. അപ്പം അതും വീണ്ടും എനിക്ക് മാതാവ് കാണിച്ചു തന്നാണ്, ഞാൻ കൂടെയുണ്ട്. പിന്നെ എൻ്റെ മകന് അവന് അലർജിയുണ്ട്, അസ്തമയമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ റാലിക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് അവിടം വരെ നടന്ന് ഒരു സ്പ്രേ ഒന്നും അടിക്കാതെ നടന്ന്. അങ്ങനെ എനിക്ക് അവനെയും കൂടുതലായിട്ട് മാതാവിൻ്റെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു. ഈ കൊല്ലവും ഞങ്ങൾ എല്ലാവരും തന്നെ വരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല പല കാര്യത്തിൽ എനിക്ക് എന്നെ സഹായിച്ച മാതാവിനോടും തിരുക്കുമാരോടും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ബുദ്ധിമുട്ടാണ് ചേട്ടാ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്യും. അത് പഠിക്കാനാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് രോഗാവസ്ഥയാണെങ്കിൽ അതിൻ്റെ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ പള്ളിയിലെ വിൻസെൻ്റ് ഇപ്പോളുടെ പ്രസിഡൻ്റായി. അപ്പോൾ എനിക്ക് എൻ്റെ ആ പള്ളിയിലുള്ള ചേച്ചിമാർ പറയടാ, അവർ അവിടുന്ന് ഒരാൾ വിളിച്ച് അവർക്കൊരു കുറച്ച് സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും ഓക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം ബാക്കി ആൾക്കാരോട് ചോദിച്ച് അവർക്ക് നമ്മളെ മാസം തോറും മിനിമം തുക കൊടുത്ത് അങ്ങനെ ഓരോരോ ഫാമിലിയെ അഡാപ്റ്റ് ചെയ്ത് ഇപ്പോൾ 6 ഫാമിലി ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തു. അപ്പം പള്ളിയിൽ നിന്ന് കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഞാൻ തുടങ്ങും. അപ്പം മിനിങ്ങാന്ന് ഒരാളുടെ പേര് ജപ്തിയാവുമെന്ന് പറഞ്ഞു വന്നു. അപ്പം അയാൾക്ക് ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു ചെറിയ സഹായം ചെയ്തു. അപ്പോൾ അയാളും അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതവും വീട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിള്ളേരും മക്കളും രാവിലെ ഏറ്റു വരാറില്ല, പക്ഷേ ഞാനത് മുടക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. പേപ്പർ ഞങ്ങൾ അവിടെ കൊടുക്കുന്ന കന്നഡ, തമിഴ് ഈ വക പള്ളിയിലുണ്ട്. പലരും അവിടെ അറിയാത്ത പള്ളികളിലുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറയും ഇങ്ങനെ ഒരു അത്ഭുത മാതാവാണിത്, ഇവിടെ നാട്ടിൽ നിന്നാണ്, ഇന്ന സ്ഥലമാണ്. അപ്പോൾ ചിലർ വിളിക്കാറുണ്ട് എവിടെയാണ് സ്ഥലം, മനസ്സിലായി. അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, എങ്ങനെയാണ് പോകണമെന്നുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ ഈ കൃപാസനം അൾത്താരയിൽ വീണ്ടും എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും ദൈവപിതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഉഷസ് ജോസ്. ഞാൻ വയനാട്ടിൽ ഫാത്തിമ മാതാ ചർച്ച് തെനേരിയിൽ നിന്നും വരുന്നു. ഞാൻ 15/5/2022 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഈ പരിപാവനമായ അൾത്താരയിൽ ഇത് എൻ്റെ 4ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുവാനായിട്ടാണ്. എൻ്റെ 1ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇത് എൻ്റെ മകൾ അൽന മരിയ. ഇവൾക്കൊരു 4 വയസ്സ് മുതൽ വയറുവേദന സ്ഥിരമായി ഉണ്ടാകാറുണ്ടായിരുന്നു. ഇവളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയാകുമ്പോഴത്തും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് അവർ മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുത്ത് പെയിൻ കില്ലർ അടക്കം കൊടുക്കും. പക്ഷേ അവളുടെ വയറുവേദന കുറയാറില്ല.
രാവിലെ നേരം വെളുക്കുമ്പോഴത്തും കുറേ ഛർദ്ദിക്കും, അതിനുശേഷം കുറയും. വീണ്ടും ഇത് പതിവായി തുടങ്ങി. ഞങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കൊച്ചിനെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ ആണെന്ന് വിചാരിച്ച് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കലിൽ ഒരു ഇത് ചിട്ട വരുത്തിയിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു. പ്രത്യേക ഒരു കാരണം അവൾക്ക് ആ വയറുവേദനയ്ക്ക് കണ്ടെത്താനായില്ല. സ്കാനിങ് ചെയ്തു, അവൾക്ക് സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഇത് പതിവായി തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇത് ഒരു ഉടമ്പടി നിയോഗമായി വെച്ചത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാനിവൾക്ക് നേർച്ച വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ ഇവ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കൊടുത്തു. അതിനുശേഷം ഇവൾക്ക് ആ വയറുവേദന 1 വർഷത്തോളമായി അവൾക്ക് ആ വയറുവേദന വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് സാക്ഷ്യം പറയാനായിട്ട് ഈ ഓണത്തിന് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. സാഹചര്യം കൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല. കൃത്യം ഓണത്തിൻ്റെ സമയത്ത് ഇവർക്ക് ആ വയറുവേദന മാതാവ് ഓർമ്മപ്പെടുത്താൻ എന്നവണ്ണം അതുപോലെ തന്നെ വന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. രണ്ടാമതായിട്ട് ഉള്ള സാക്ഷ്യം ഇവളുടെ തന്നെയാണ്. ഇവൾക്കൊരു 2 വയസ്സ് മുതൽ പല്ലിന് മോണയ്ക്ക് ഇവൾക്കിങ്ങനെ ഒരു പഴുപ്പ് പോലെ വന്ന് കുരു പോലെ വരുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും പൊട്ടിച്ച് കളയും, ഡോക്ടറെ കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. നേർച്ച വസ്തുവായ ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി 1 പ്രാവശ്യം ഞാൻ ഇവൾക്ക് കൊടുത്തു. അതിനുശേഷം അവൾക്ക് ഇന്നേ വരെ ആ മോണയ്ക്കുള്ള ആ പഴുപ്പ് വന്നിട്ടില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഇതെൻ്റെ ഭർത്താവ് സുനീഷ് തോമസ്. കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് ഒരു രാത്രിയിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ യൂറിനിൽ കൂടെ ഒരു ബ്ലഡ് കാണുവാനിടയായി. എന്നോട് പറഞ്ഞു യൂറിനിൽ കൂടെ ബ്ലഡ് കാണുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കടന്നു. രാവിലെ ആയപ്പം നോക്കുമ്പം യൂറിനിൽ കൂടെ ബ്ലഡ് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയാകാൻ തുടങ്ങി. എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരം വെളുത്ത് കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം, ചിലപ്പോൾ കിഡ്നിയിൽ കല്ല് എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ ഇത് എന്താണെന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനോടടുത്ത് കുറേ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു. ഭർത്താവിനാണെങ്കിൽ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നേക്കാം സാക്ഷ്യം പറയാനായിട്ട്. ഭർത്താവിന് യാതൊരു കുഴപ്പവും ഉണ്ടെന്ന് ഞങ്ങളോട് പറയാനിടയാകരുത്. ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി വയറിൽ പുരട്ടി വിട്ടു. വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല, കിഡ്നിയിൽ കല്ലില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അന്ന് രാത്രിയിലൊന്ന് പനിച്ചിരുന്നു, അത് മാത്രമാണ് പ്രത്യേക ഒരു കാരണമായി കണ്ടത്. അത് ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് യൂറിനിൽ കൂടെ ബ്ലഡ് പോയതെന്നാണ്. അമ്മ മാതാവ് തന്ന ഈ സൗഖ്യത്തിനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ RC ബുക്ക് ഞങ്ങൾക്ക് കാണാതെ ആയി. ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലാണ് RC ബുക്ക് വെച്ചിരുന്നത്. ഞങ്ങൾ കൃത്യമായി ചെന്നു, RC ബുക്ക് തപ്പി. വെച്ച സ്ഥലങ്ങളിലൊന്നും RC ബുക്കില്ല. വെച്ച സ്ഥലം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ അല്ലായിരിക്കും, വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നറിയാം, എങ്കിലും ഞങ്ങൾ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചു. തിരിച്ചു വന്നു. വീട്ടിൽ വന്നു നോക്കി, അവിടെയും ഇല്ല സാധനം. എനിക്ക് നല്ല ഉറപ്പായിരുന്നു സാധനം അവിടെ ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ അവിടെയാണ് വെച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും കണ്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ RC ബുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. വീണ്ടും അതേ സ്ഥാനത്ത് പോയി നോക്കി, അവിടെ തന്നെ RC ബുക്ക് ഉണ്ടായിരുന്നു. RC ബുക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ അത് കിട്ടുവാനിടയായി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ മകൻ അലോൺ ജോസഫ്. കുറേ നാളുകൾക്ക് മുമ്പ്, 1 വർഷത്തോളമായി ഇവൻ്റെ ചെവിയുടെ പുറകിൽ ഒരു തടുപ്പ് കാണുവാനിടയായി. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ തടുപ്പൊക്കെ എന്ന് പറയുന്നത് വളരെ പേടിയുള്ള കാര്യമാണ്.
നോക്കി കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് മുതൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഡോക്ടറെ കാണിക്കുവാൻ പോയി. ഡോക്ടർ ചെന്നപ്പോൾ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ കൊണ്ടുവന്നേക്കാം, മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കാം, കൊച്ചിന് വേറെ അസുഖങ്ങളാണെന്നൊന്നും കേൾക്കാനിടയാകരുത്, ഇത് വേറെ ഒരു കുഴപ്പവും ഉണ്ടാകാതെ കാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു നേർന്നു. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് കഴുത്തിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയൊക്കെ ഗ്ലാൻഡുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാണ് പറയുന്നത്. അത് നമ്മൾ തൊട്ടു നോക്കുമ്പോൾ അതൊരു തടുപ്പ് പോലെ വരും. അത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ സൗഖ്യത്തിനും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലും പിന്നെ പള്ളികളിലുമൊക്കെ കൊടുക്കും. കൂടാതെ തന്നെ ഞാൻ യൂട്യൂബിൽ ആരാധന കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയൊക്കെ സാക്ഷ്യങ്ങളൊക്കെ കൂടുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. പിന്നെ പരമാവധി ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് എൻ്റെ സാക്ഷ്യവും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, പിന്നെ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുക. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തൈലമൊക്കെ ആയിട്ടാണ് പോകുന്നത്. സമ്മതിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തിട്ടാണ് പോകുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും